മധ്യപ്രദേശ് ഇൻഡോറിൽ മലിനജലം കുടിച്ച് 8 പേർ മരിച്ചുവെന്ന് റിപ്പോർട്ട്. 100-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മാസം 25-നും 30-നും ഇടയിലാണ് മരണങ്ങൾ സംഭവിച്ചത്. ലക്ഷ്മി, ഗൗരവമായ ഒരു സംഭവമായി തന്നെ കാണേണ്ടി വരും ഈ മധ്യപ്രദേശ് ഇൻഡോറിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ നഗരസഭ വിതരണം ചെയ്ത കുടിവെള്ളത്തിലാണ് പ്രശ്നമുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതുവരെ 8 പേർ മരിച്ചതായാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം. 3 പേരുടെ മരണം പ്രാദേശിക ഭരണകൂടം സ്ഥിരീകരിക്കുമ്പോൾ ബാക്കി 5 പേർ ഇതേ രീതിയിൽ ഈ വെള്ളം കുടിച്ചത് മൂലം ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിച്ച് മരിച്ചവരാണ് എന്ന് താമസക്കാർ അവകാശപ്പെടുന്നുണ്ട്. ഈ മാസം 25-നും 30-നും ഇടയിലായിട്ടാണ് ഈ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ധനസഹായം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ ഇവിടെ നിന്ന് ശേഖരിച്ച് ഇത് വിശദമായ പരിശോധനയ്ക്ക് ഇപ്പോൾ ലബോറട്ടറിയിൽ അയച്ചിരിക്കുന്നു. ഈ കുടിവെള്ളം വിതരണം ചെയ്ത പൈപ്പുകളിൽ ചിലയിടങ്ങളിൽ ചോർച്ചയുള്ളതായി കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചു വരികയാണ്. ഈ മാസം 25-ന് വിതരണം ചെയ്ത വെള്ളത്തിൽ അതിൽ അസാധാരണമായ ഒരു രുചി വ്യത്യാസവും ഒപ്പം തന്നെ ഗന്ധവും രൂക്ഷഗന്ധവും ഉണ്ടായിരുന്നതായാണ് ഈ താമസക്കാർ പറയുന്നത്. അങ്ങനെ മലിനമായ ഒരു ജലമാണ് ഈ വിതരണം ചെയ്തത്. പല ആളുകൾക്ക് 100-ലധികം ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. മാത്രമല്ല 1000-ലധികം ആളുകളുമായി ഈ പ്രാദേശിക ഭരണകൂടം ഈ ആരോഗ്യ വിദഗ്ധരെത്തി സന്ദർശനം നടത്തി അവരുടെ നിലവിലെ ആരോഗ്യാവസ്ഥകൾ സംബന്ധിച്ച് ഒരു പരിശോധന, ഒരു മെഡിക്കൽ ക്യാമ്പ് പോലെ നടത്തിയിരുന്നു. അത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. പലരിലും ഈ അതിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുമുണ്ട്. എന്തായാലും വിഷയം ഗൗരവമായി കണക്കിലെടുത്തുകൊണ്ട് തന്നെയുള്ള നടപടികളിലേക്ക് കൂടി സർക്കാർ കടന്നിരിക്കുകയാണ്.